അപ്പം ഇന്ന് നമുക്ക് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. താറാവ് റോസ്റ്റിലോട്ട് ഞാൻ ആദ്യം തന്നെ കഴുകി വാരിയെടുത്തിട്ടുള്ള താറാവിനകത്തോട്ട് മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പാടത്തും പറമ്പിലും തോട്ടിലും തൊടിയിലും ഒക്കെ പാറിപ്പാറിന്ന് നടന്നിരുന്ന താറാവിനെ വെട്ടി ഞങ്ങൾ ചട്ടിയിലാക്കി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി സെറ്റാക്കി വെച്ചു. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അധികം മിക്സ് ചെയ്യണ്ട കേട്ടോ, കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്ന കാരണേ നീറുന്നുണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്തത് ഇത്ര മതി. ഇനി നമുക്ക് കുക്കറിലോട്ട് തട്ടാം. എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് വിസിലുകൾ വരുത്തിക്കാം. കുക്കർ വിസിൽ വരുന്നത് കണ്ടു. നല്ല മണം. ഈ മണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആദ്യം അതെടുത്ത് തന്നേനെ കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുക്കർ അവിടെ നിന്ന് വിസിലടിക്കട്ടെ. അപ്പം നമ്മൾ കുറച്ച് ഉള്ളിയും തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ കൂടെ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു, അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ വെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഉള്ളി, സവാള, ഒരു കൈയിൽ വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചട്ടിയിലോട്ട് തട്ടി ഇളക്കുമ്പോൾ, അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഞാൻ പടർത്തി കൊടുത്തിരിക്കുന്നതാണ്. കായൊന്നും ഉണ്ടാവുന്നില്ല എന്നില്ല. അങ്ങനെ നമ്മളിത് ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ഇടാം. മസാലകൾ ഓൾറെഡി ഇട്ടിരിക്കുന്ന കാരണം ഇതിനകത്ത് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരു കളറിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇടണം. പക്ഷേ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയുടെ കടയിലോട്ട് വിടുകയാണ്. എന്നിട്ട് വന്നിട്ട് ഇടാം. ഒക്കെ കൂടെ ഇളക്കി കൂട്ടി ഇങ്ങനെ വയ്ക്കുക. ഇളക്കിയതിന് ശേഷം put some tomato in this. ഇളക്കി ഒന്ന് വേവണം വരെ അടച്ചു വെക്കാം. വേവട്ടെ, അതവിടെ ഇരുന്ന് വേകട്ടെ. ഇനി നമുക്ക് കുക്കറിലിട്ട താറാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്തു. നന്നായിട്ട് താറാവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് മേളിലൊക്കെ മറ്റേ കൊഴുപ്പൊക്കെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിനകത്തുള്ള വെള്ളം നമുക്ക് കുറച്ച് വഴറ്റി വെച്ച ഉള്ളി സവോള ഇല്ലേ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ ഒന്നും കൂടെ നന്നായി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേ. നമുക്കതിങ്ങനെ ഇളക്കി ഒന്ന് കൂട്ടി കൊടുക്കാം. 2 മിനിറ്റ് നടച്ചു വെക്കാം. ഓപ്പൺ ചെയ്തു. കുക്കറിലുണ്ടായിരുന്ന താറാവിനെ മൊത്തം വെള്ളത്തോട് കൂടെ തന്നെ അതിനകത്തോട്ട് തട്ടി, എന്നിട്ടിതിങ്ങനെ ഇളക്കും. എന്നിട്ട് സെറ്റാക്കി അടച്ച് വെച്ച് തിളപ്പിക്കാൻ വെക്കൂട്ട. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ? അതാണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ,
ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത് തിളപ്പിക്കുമ്പോൾ കുക്കറിൽ അടിക്കാനിട്ടപ്പം കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എരിവും കൂടെ നോക്കിയിട്ട് വേണം കേട്ടോ കുരുമുളക് ഇടാൻ. താറാവിലൊക്കെ ഒരു കുരുമുളകിൻ്റെ ഒരു കുത്തലുണ്ടാകുന്നത് ഒരു ടേസ്റ്റാണ്. ഫുഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ശാസ്ത്രീയമായ വശങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കി പഠിച്ചതാണ്. താറാവ് കറി റെഡി. കുറച്ച് നേരം കഴിഞ്ഞ് അടപ്പ് തുറന്നു. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റ് സെറ്റായി. കുറച്ച് ചാറ് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കാം. അപ്പോൾ താറാവ് റോസ്റ്റ് റെഡി.